ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ദൃശ്യം 3 ഇതാ എത്താൻ പോവുകയാണ്. ഒഫീഷ്യൽ ടീസർ 5 മണിക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന്. ആ ഒരു ടീസർ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് രേഖപ്പെടുത്താം. എന്തായാലും ഈ ഒരു ടീസർ ഒരു കാര്യം ഉറപ്പിക്കുക തന്നെയാണ്. മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റാകാൻ ഈ ഒരു സിനിമ പിറവിയെടുത്തിരിക്കുകയാണ്. ദൃശ്യം എന്ന ആ ഒരു ഫ്രാഞ്ചൈസി നമ്മളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയതാണ്. ഒരു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ വളരെ കുറച്ച് മാത്രമാണ്, ഇല്ല എന്നുള്ളതല്ല. കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ്, സർവ്വമാന ജനങ്ങൾക്കും ഒരു കഥാപാത്രത്തെ ഇഷ്ടമാകുന്നു. അതുതന്നെയാണ് ഈ ഒരു സിനിമയിലും നമുക്ക് കാണാനുള്ളത്. അതെ, ദൃശ്യം ഫ്രാഞ്ചൈസി വർഷങ്ങളായി 10 വർഷത്തെ കാലാവധിയിൽ 13 വർഷത്തെ കാലാവധിയിൽ നീക്കുമ്പോൾ മോഹൻലാൽ എന്ന അതുല്യ അഭിനയ പ്രതിഭയുടെ ആ കരുത്തുറ്റ കരസ്പർശം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മൂന്നാമത്തെ ഫ്രാഞ്ചൈസിയിൽ വരുമ്പോഴും ആദ്യത്തേതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാതെ തന്നെയുള്ള മാനരസങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഡിറ്റോ കോപ്പിയായി ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അതേപോലെ തന്നെ വരുന്നു. ഇവിടെ മൂന്നാം പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ടീസറിന് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് ഇങ്ങനെ തന്നെയാണ്. വേറെ ഒന്നുമല്ല, ടീസർ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു 1.5 മിനിറ്റിൽ ഒരു മിനിറ്റും 50 സെക്കൻഡിലും ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്നുമുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് നമ്മളെ ഞെട്ടിക്കുമെന്ന് ഉറപ്പ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ദൃശ്യം 3 എന്ന ചിത്രം നമ്മളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വെറും ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ മൂന്നാമത്തെ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ തന്നിരിക്കുന്നത് ഒരു കാര്യമുണ്ട്, ഒരു ക്ലാസിക് സിനിമ വീണ്ടും ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഒന്നും സംശയിക്കേണ്ട, തീർച്ചയായും ടിക്കറ്റ് എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ളതാണ്. പ്രത്യേകിച്ച് വമ്പൻ സംഭവങ്ങളോ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും പാർട്ടുകളെല്ലാം തന്നെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ ജോർജ് കുട്ടി എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്. അത് ഇനിയും പുതിയ ഒരു രീതിയിലേക്ക് പോവുകയായിരിക്കാം. എന്താണേലും ഈ സൂചനകൾ നൽകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ജോർജ് കുട്ടിക്കൊപ്പം ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകാം. എന്താണെങ്കിലും ജോർജ് കുട്ടി ജഗജില്ലിയാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന, അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാം. കാരണം 4ാം ക്ലാസ്സുകാരനാണേലും അയാളുടെ ബുദ്ധി ഒരു ഒന്നൊന്നരയാണ്. എന്താണെങ്കിലും ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയ കാര്യങ്ങൾ ഒന്ന് കമൻസിലൂടെ പറയാം. തീർച്ചയായും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ മനസ്സിൽ ഇത് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായിരിക്കാം. ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയുമായി ഈ ഒരു സിനിമ മാറും. അത്രത്തോളം പൊട്ടൻഷ്യൽ ഈ സിനിമയ്ക്കുണ്ട്. എന്തായാലും ടീസറും നിരാശപ്പെടുത്തിയിട്ടില്ല, പ്രതീക്ഷയ്ക്ക് ഒപ്പം തന്നെയുണ്ട്. ഒപ്പം ജോർജ് കുട്ടിയുടെ മാനരസങ്ങൾ മാത്രം മതി ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റിന് മുകളിലെത്താൻ. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്.